വണ്ടൂർ എം.എൽ.എ. എ.പി. അനിൽകുമാർ കൂടി ടെലിഫോൺ ചേരുന്നുണ്ട്. എം.എൽ.എ. വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇതിലിപ്പോൾ വന്യജീവി ആക്രമണം അതുമായി ബന്ധപ്പെട്ട മരണങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായി തന്നെ കേൾക്കുന്നതാണ്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം വേണമല്ലോ. ഇതിലിപ്പോൾ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ പ്രതികരിക്കുകയുണ്ടായി. കുറച്ച് കാലങ്ങളായി തന്നെ ഈ ഒരു വിഷയം വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. കൂട് സ്ഥാപിക്കുകയും മറ്റും നടപടികൾ വേണമെന്ന്. പക്ഷേ ഇപ്പോഴും അതിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അപകടം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനകത്ത് പുലി സാന്നിധ്യമുണ്ട് എന്ന് കേട്ടറിവല്ല, മറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവർക്ക് അത് പുലി നടന്നു പോകുന്ന ചിത്രങ്ങൾ ഫുട്ടേജുകൾ ലഭിച്ചിരുന്നു. അത് എല്ലാവർക്കും കയ്യിലുണ്ട്. ഞാൻ അന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു, അവരത് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഞാനത് നിയമസഭയിലും പറഞ്ഞു, മന്ത്രിയോട് ഞാനത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൂട് വെക്കാനും പിന്നീടുള്ള ഇതിന് ചലനങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ക്യാമറ വെക്കുന്നതിലൊക്കെ വലിയ വീഴ്ചയാണ് വനം വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പുലി സാന്നിധ്യമുണ്ട് എന്ന് പറയുന്ന പുലി വളരെ ഏറെ അവിടെ ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും പിന്നീട് ആ ദിവസങ്ങൾ തെരച്ചിൽ നടത്തി അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയ പ്രശ്നമാണ്. ജനങ്ങൾക്കിടയിൽ പുറത്തിറങ്ങി നടക്കാനും കഴിയാത്ത ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുറെ കൂടി വനം വകുപ്പ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴെങ്കിലും അത് അവിടെ ഒരു സംരക്ഷണം നൽകാനുള്ള നടപടി കൊണ്ടാണ്. എല്ലായിടത്തും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പുലി സാന്നിധ്യം ഉള്ളിടത്തെങ്കിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതിനകത്ത് വലിയ വീഴ്ച ഉണ്ടായി. ഞാനൊരു 3 തവണയാണ് ഇക്കാര്യത്തിൽ ഇതേ സ്ഥലത്തിന്റെ കാര്യം ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചത്, അവിടെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ മറുപടി സ്വീകരിക്കാമെന്ന മറുപടി അല്ലാതെ പ്രാവർത്തിക തലത്തിൽ ഒന്നും ഉണ്ടായില്ല. അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം കുറെ പ്രതിഷേധം ഉണ്ടാകും നാട്ടുകാരുടെ. അതിനുശേഷം വനംവകുപ്പ് എത്തും, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് പറയും, പിന്നീട് ഒരു നഷ്ടപരിഹാരം നൽകും. ഇത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇതല്ലല്ലോ ഒരു ശാശ്വതമായ ഒരു പരിഹാരം. വീണ്ടും വനമന്ത്രിയെ ഇക്കാര്യം അറിയിക്കേണ്ടതല്ലേ? ഇവിടുത്തെ കാര്യങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി വനംവകുപ്പിനോട് സഹകരിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവിടെ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കരയുന്നതിനും കാര്യങ്ങൾക്കും വേണ്ടി സാധാരണ ജനങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പൊ എന്നിട്ട് പോലും വനം വകുപ്പ് വേണ്ട രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞ കാര്യത്തിൽ വേണ്ട രീതിയിൽ വനം വകുപ്പ് പിന്നീട് ദിവസങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച തെരഞ്ഞ പുലി പോയി എന്ന് അവരങ്ങനെ വനം വകുപ്പ് തീരുമാനിക്കുകയാണ്. പക്ഷെ പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പിന്നീട് പുലി വരുന്നതിന് ഉറപ്പില്ല. അതുകൊണ്ട് മുൻകരുതലെടുക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വന്നു. ഇത് വരുമ്പോഴാണ് ഇപ്പോ സത്യത്തിലെ റോഡിലുണ്ടാകുന്ന അപകടം പോലെ തന്നെ നമ്മുടെ കേരളത്തില് ഇന്ന് വന്യമൃഗങ്ങളുടെ അപകടം ദിവസം വാർത്തയായിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം. അതിനുവേണ്ടി പണം നീക്കി വെക്കുന്നില്ല, വനംവകുപ്പിനെ ശക്തിപ്പെടുത്തുന്നില്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. മന്ത്രി എല്ലാം ശരിയാക്കാന്ന് പറയുന്നതിനപ്പുറത്ത് ഒന്നും ശരിയാവുന്നില്ല. മനുഷ്യരുടെ ജീവനുകൾ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. ശരി, വളരെ നന്ദി എം.എൽ.എ. പ്രതികരിച്ചതിന്.